സോ ഹേ ഗൈസ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിലിംസ്. നമ്മുടെ ചാനലിന്റെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ കുക്കിംഗ് വിത്ത് മോം സീരീസിന്റെ എപ്പിസോഡ് 2 ആണ്. അപ്പൊ നമ്മൾ എപ്പിസോഡ് 2 നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ എങ്ങനെ ഒരു കിടിലം ബ്രെഡ് സാൻഡ്വിച്ച് വീട്ടിൽ ഉണ്ടാക്കാനുള്ളതാണ്. അപ്പൊ നമുക്ക് ഒട്ടും ടൈം വേസ്റ്റ് ആയ വീഡിയോ കിടക്കാം. ഗൈസ്, അപ്പൊ നമുക്ക് ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് തക്കാളി വേണം, പിന്നെ വെല്ലുള്ളി വേണം, പിന്നെ ഏറ്റവും മെയിനായിട്ട് ബ്രെഡ് വേണം, പിന്നെ അതിന്റെ ഇടയിലേക്കുള്ള മുട്ട വേണം. അപ്പൊ ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. ഗൈസ്, അപ്പൊ ആദ്യം നമുക്ക് നമ്മളെ ഉള്ളിയും തക്കാളി അരിഞ്ഞെടുക്കണം. അപ്പോ നീളത്തിലാണ് അരിയണ്ടേ. ഗൈസ്, അപ്പൊ നമ്മൾ ഉള്ളിയൊക്കെ അരിഞ്ഞു കഴിഞ്ഞു. ഞങ്ങൾക്ക് തക്കാളി അരിയാട്ടോ. തക്കാളി നീളത്തിൽ തന്നെയാണ് അരിയണ്ടേ. ഗൈസ്, അങ്ങനെ നമ്മളെ ഉള്ളിയും തക്കാളി കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചാണ് നമുക്ക് നമ്മളെ ചട്ടി ചൂടാക്കാൻ വെക്കാം. ഗൈസ്, അങ്ങനെ നമ്മൾ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്കിതിൽ എണ്ണ ഒഴിക്കണം കേട്ടോ. ചൂടായതിനു ശേഷം എണ്ണ ഒഴിക്കാൻ പോട്ടോ. ഗൈസ്, അങ്ങനെ നമ്മളെ എണ്ണ ചൂടായി. നമ്മളെ ഉള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഗൈസ്, അപ്പൊ നമ്മള് ഉള്ളി പെട്ടെന്നൊന്ന് വഴന്ന് വരാൻ നമ്മള് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഗൈസ്, അങ്ങനെ നമ്മള് ഉള്ളി ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ട് ഇനി നമ്മളെ തക്കാളി നമ്മളെ അമ്മ ഇടും കേട്ടോ. ഉള്ളി നമ്മൾ ഇട്ടില്ല, അപ്പൊ ഇനി തക്കാളി അമ്മ ഇട്ടോട്ടെ പാവം. ഇനി ഇത് നല്ലോണം വഴന്ന് വരണം. എന്നിട്ട് നമുക്ക് ഇതില് മസാല ഇട്ട് കൊടുക്കാം. ഗൈസ്, നമ്മളെ ഉള്ളിയും തക്കാളിയൊക്കെ നല്ല വഴങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിൽ നമ്മളെ സ്പെഷ്യൽ മസാല ആയിട്ട് നമ്മളെ മഞ്ഞപ്പൊടി മാത്രം ഇടുന്നുള്ളൂ കേട്ടോ. വേറെ ഒന്നും വേണ്ട, മഞ്ഞപ്പൊടി മാത്രമേ ഇട്ടുള്ളൂ. പിന്നെ ഉപ്പിട്ടുണ്ട് നേരത്തെ. നമുക്ക് നല്ലോണം ഇളക്കിയിട്ട് ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഗൈസ്, അപ്പൊ ഇതൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് നമ്മളിത് വെള്ളം ഒഴിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അടച്ചു വെക്കണം. ഗൈസ്, നമ്മളെ ഉള്ളിയും വെള്ളമൊക്കെ ഒഴിച്ച സാധനം നമ്മള് ലോ ഫ്ലെയിമിൽ ഇടാൻ പോവാണ്. എന്നിട്ട് ഇത് നമ്മൾ അടച്ചു വെക്കണം. അതിന് ശേഷം നമുക്ക് നമ്മളെ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ തുടങ്ങാം കേട്ടോ. ഗൈസ്, അപ്പൊ നമ്മള് ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മളെ മുട്ട നമ്മൾ ഓംലെറ്റ് അടിക്കാൻ പോവാണ്. അപ്പൊ ഞാൻ അത് ചെയ്തതിന് ശേഷമാണ് നമ്മള് ബ്രെഡ് ടോസ്റ്റ് ചെയ്യുക. ഗൈസ്, അപ്പൊ നമ്മള് ചൂടായ പാനിക്ക് ഇതാ നമ്മള് മുട്ട ഒഴിക്കാൻ പോവാണ്. ഇത് നല്ല കറക്കി ഒന്ന് പരത്തി കൊടുക്കുക. ഗൈസ്, അപ്പൊ നമ്മളെ മുട്ട നമ്മൾ മറിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളെ മസാല റെഡി ആയി കേട്ടോ. നമുക്കിത് ഗ്യാസിൽ നിന്ന് ഇറക്കി വെക്കുക. ഈ ബാക്കി മുട്ടയും കൂടി ഉണ്ടാക്കിയ ശേഷം നമ്മള് ബ്രെഡ് ടോസ്റ്റ് ചെയ്യും. ഗൈസ്, അങ്ങനെ നമ്മളെ മുട്ട ഓംലെറ്റ് അടിച്ചത് 3 ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ തുടങ്ങാം. അപ്പൊ അതിൽ നമ്മള് പാനിൽ ഓയിൽ ചെയ്യുക. നമ്മള് ബ്രെഡ് വെച്ചിട്ട് സാധാ ടോസ്റ്റ് ചെയ്യുന്ന മാതിരി ടോസ്റ്റ് ചെയ്ത് എടുക്കാം കേട്ടോ. ഗൈസ്, നമ്മളെ ബ്രെഡൊക്കെ ടോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളെ മസാല റെഡിയാണ്. പിന്നെ നമ്മൾ ഓംലെറ്റ് അടിച്ച നമ്മളുടെ മുട്ട നമ്മൾ 4 പീസ് ആക്കിയിട്ടുണ്ട്, 3. ഇനി നമുക്കിത് ലെയർ ആയിട്ട് സാൻഡ്വിച്ച് ആക്കി വെക്കാൻ തുടങ്ങാം. ഗൈസ്, അപ്പോൾ നമ്മൾ സാൻഡ്വിച്ച് ആക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ബ്രെഡിന്റെ പീസ് എടുക്കുക. എന്നിട്ട് നമ്മളെ മസാല എടുത്തിട്ട് കുറച്ച് എടുത്തതിന് മേലെ നല്ല സ്പ്രെഡ് ചെയ്ത് തേച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു മുട്ടയുടെ പീസ് എടുത്ത് ഇതിന്റെ മേലെ കൂടെ വയ്ക്കുക. ഇത് പിന്നെ വേറെ ബ്രെഡ് കൂടെ വെച്ചിട്ട് ഇങ്ങനെ അടയ്ക്കുക. അപ്പൊ നമ്മളെ സാൻഡ്വിച്ച് റെഡി ആയിട്ട് ഇത് മൊത്തം നമുക്ക് ഇങ്ങനെ ചെയ്യണം. ഗൈസ്, അങ്ങനെ നമ്മളെ സാൻഡ്വിച്ച് ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാട്ടോ. നല്ല ടേസ്റ്റ് കിട്ടോ. അടിപൊളി സാധനമാണ്. എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്യാൻ പറ്റുന്ന എളുപ്പമുള്ള റെസിപ്പിയാണ്. ഗൈസ്, അങ്ങനെ നമ്മളെ കുക്കിംഗ് വിത്ത് മോം സീരീസിന്റെ സെക്കൻഡ് എപ്പിസോഡ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോ ഇന്നത്തെ വീഡിയോ എല്ലാവരും വീട്ടിലൊന്നും
ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഇന്ന് ഉണ്ടാക്കിയ ബ്രെഡ് സാൻഡ്വിച്ച്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇങ്ങനത്തെ വീഡിയോസ് ഇനിയും കിട്ടാൻ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.